അഞ്ചാം ക്ലാസ്സിന്റെ കേരള സ്റ്റേറ്റ് സിലബസിന്റെ ശാസ്ത്രത്തിലുള്ള സീഡ്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവനുള്ള വിത്തുകൾ എന്ന് പറയുന്ന പാഠമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ രണ്ടാമത്തെ ഭാഗമാണിത്. അപ്പൊ ആദ്യത്തെ ഭാഗം കണ്ടതിന് ശേഷം കുഞ്ഞുങ്ങളെല്ലാവരും ഈ ഭാഗം കാണാനായിട്ട് വരിക. കഴിഞ്ഞ വീഡിയോയില് നമ്മൾ എന്തൊക്കെ കണ്ടു, ജെർമിനേഷൻ മുളയ്ക്കൽ എന്താന്ന് കണ്ടു, അതുപോലെ തന്നെ എന്തൊക്കെ ഘടകങ്ങളാണ് മുളയ്ക്കാനായിട്ട് ആവശ്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ജെർമിനേഷൻ കണ്ടു. ഇത്രയുമാണ് നമ്മൾ കണ്ടത്. നമ്മൾ കുറേ എക്സ്പെരിമെന്റ്സും നമ്മൾ കണ്ടു. അതുപോലെ തന്നെ എന്താണ് ഒരു ജെർമിനേഷൻ നടക്കുമ്പോഴത്തേക്കും ഒരു വിത്തിന്റെ ഉള്ളിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ വരും എന്നുള്ളത് നമ്മളൊന്ന് ഓടിച്ചു കണ്ടു. അപ്പൊ കഴിഞ്ഞ വീഡിയോയില് ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയില് കണ്ടത്. അപ്പൊ ഇന്ന് നമ്മൾ എന്താ കാണാൻ പോകുന്നത്, നമ്മൾ ഒരു സീഡിന്റെ ഉള്ളില്, ഒരു വിത്തിന്റെ ഉള്ളില് എങ്ങനെയാണ് ഒരു ചെടി ഒളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ വി ആർ ഗോയിങ് ടു സീ ലൈഫ് വിത്തിൻ എ സീഡ്. ഓക്കെ, വിത്തിന്റെ ഉള്ളിലെ ജീവനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ടീച്ചർ എപ്പോഴും പറയുന്നത് പോലെ ഇംഗ്ലീഷ് മീഡിയംകാർക്കും മലയാളം മീഡിയംകാർക്കും പ്രയോജനം ഉണ്ടാകുന്ന രീതിയിലാണ് ഇത് എടുത്തു പോകുന്നത്. ഒരു നോട്ട് ബുക്ക് എടുക്കുക. ഇന്ന് കുറെ പുതിയ വാക്കുകളാണ് പഠിക്കാനുണ്ട്. അത് ഇംഗ്ലീഷിലും പഠിക്കാം, മലയാളത്തിലും പഠിക്കാം. ടീച്ചർ ഇംഗ്ലീഷ് പറഞ്ഞു പോകുമ്പോൾ മലയാളം മീഡിയംകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ഇത് കേട്ടോണ്ടിരിക്കണം. അപ്പൊ ഇംഗ്ലീഷ് പരിചിതമാവും. അപ്പൊ 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സും എളുപ്പം ഉണ്ടാവും അല്ലേ. അല്ലെങ്കിൽ 11ലും 12ലും പോകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത്തിരി ഒന്ന് ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ 11th and 12th കുറെ പഠിക്കാനുണ്ട്, അത് എളുപ്പമായിട്ട് വരും. ഓക്കെ, അപ്പൊ ലൈഫ് വിത്തിൻ സീഡ് ഇത് നമുക്ക് നോക്കാം. ഒബ്സർവ് ദ ജെർമിനേഷൻ ഓഫ് ഗ്രീൻ ഗ്രാം. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറെ ജെർമിനേഷൻ ഒക്കെ കണ്ടു, അതായത് മുളയ്ക്കുന്ന പ്രക്രിയ, അതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ കണ്ടു. ഒബ്സർവ് ജെർമിനേഷൻ ഓഫ് ഗ്രീൻ ഗ്രാം സീഡ്സ്. ഓക്കെ, വിത്തിന്റെ മുളയ്ക്കൽ ഒന്ന് നോക്കൂ. ഇങ്ങനെ ഒരു പടം തന്നിട്ടുണ്ട്, ചിത്രത്തിൽ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ വിത്തിന്റെ ഉള്ളിലും ജീവനുണ്ട്. ഇൻസൈഡ് എവ്രി സീഡ്, ഓരോ വിത്തിന്റെ ഉള്ളിലും ജീവൻ, there is life, ജീവനുണ്ട്. അപ്പൊ ഒരു പ്ലാന്റ്, ഒരു വിത്തിന്റെ ഉള്ളിൽ ബേബി പ്ലാന്റ് ഉണ്ട്, കുഞ്ഞു ചെടി ഉണ്ട് അല്ലെ. വിത്തിന്റെ ഉള്ളിൽ കുഞ്ഞു ചെടിയുണ്ട്. കുഞ്ഞു ചെടിക്ക് 3 ഭാഗങ്ങളുണ്ട്. ബേബി പ്ലാന്റ് ഹാസ് 3 പാർട്സ്. ഓക്കെ, എന്തൊക്കെയാ? പുസ്തകത്തിൽ എഴുതാനുള്ള സമയമായി, ബാക്ക് എടുത്തിട്ട് എഴുതാം. കോട്ടിലിഡോൺ ബീജപാത്രം. റാഡിക്കിൾ ബീജമൂലം. ഇതെന്താന്ന് നമുക്ക് നോക്കാം. പക്ഷെ ആദ്യം കാണാതെ പഠിക്കണം, ഈ വാക്കുകളൊക്കെ നമ്മൾ കാണാതെ പഠിക്കണം അല്ലേ. റാഡിക്കിൾ ബീജമൂലം. പ്ലുമ്യൂൾ ബീജശീർഷം. അപ്പൊ കോട്ടിലിഡോന്റെ പണി എന്താ? ഭക്ഷ്യ സംഭരണിയാണ്, അതായത് ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലം. അമ്മമാര് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കില്ലേ, ആ ടിഫിൻ ബോക്സ് ആണ് കോട്ടിലിഡോൺ എന്ന് പറയുന്നത്. അപ്പൊ വലിയ അമ്മച്ചെടി വിത്തിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു ടിഫിൻ ബോക്സും കൂടി കൊടുത്തിട്ടുണ്ട്, അതായത് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ടിഫിൻ ബോക്സ്, അതാണ് കോട്ടിലിഡോൺ. ഭക്ഷണം സംഭരിച്ചു വെക്കുന്ന ടിഫിൻ ബോക്സ്, ഭക്ഷ്യ സംഭരണി, ബീജപാത്രമുണ്ട്. ഇനി ഒരു വിത്ത്, അപ്പൊ അതാണ് ദേ കാണുന്ന, ടീച്ചർ ഒന്ന് വരച്ച് കാണിച്ചത് റെഡ് കളറിൽ, ഇതാണ് കോട്ടിലിഡോൺ. ഈ മഞ്ഞ കളർ കാണുന്നത് ഇതാണ് കോട്ടിലിഡോൺ, ഇതാണ് ടിഫിൻ ബോക്സ് അവരുടെ. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ഇത് കണ്ടോ, ആദ്യം താഴേക്ക് വരുന്നത്, ആദ്യം വേരാണ് വരിക. അങ്ങനെ വരുന്നതാണ് റാഡിക്കിൾ എന്ന് പറയാ, റൂട്ട് പാർട്ട്. ഇത് ഈ റാഡിക്കിൾ എന്ന് പറയുന്ന സാധനമാണ് ഭാവിയിൽ വേരായിട്ട് വരിക. ബീജമൂലം, അതായത് വേരിന്റെ തുടക്കം അങ്ങനെയാണെന്ന് പറയാ. ബീജത്തിന്റെ മൂല, വേര് അങ്ങനെയാണ് തുടങ്ങുന്നത്, വേര് ഭാഗം. ഓക്കെ, ഇനി പ്ലുമ്യൂൾ, മോളിലോട്ട് വരുന്നത്. ഓക്കെ, മുകളിലേക്ക്, ഇത് ഷൂട്ട് പാർട്ട്, അതായത് മുകളിൽ തണ്ടായിട്ട് വളരില്ലേ, അതിനെ ബീജശീർഷം, പ്ലുമ്യൂൾ, ഷൂട്ട് പാർട്ട്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇന്നത്തെ പണി നമുക്ക് ഇതാണ്. അപ്പൊ കുഞ്ഞു ചെടിക്ക് എന്തൊക്കെയുണ്ട്? കോട്ടിലിഡോൺ വിച്ച് ഇസ് ഫുഡ് സ്റ്റോറേജ്, ബീജപാത്രം, ഭക്ഷ്യ സംഭരണി. റാഡിക്കിൾ വിച്ച് ഇസ് റൂട്ട് പാർട്ട്, ബീജമൂലം, വേരിന്റെ ഭാഗം. പ്ലുമ്യൂൾ വിച്ച് ഇസ് ഷൂട്ട് പാർട്ട്, ബീജശീർഷം എന്ന് പറയുന്നത് തണ്ടിന്റെ ഭാഗം. ഇത്രയാണ് നമുക്ക് ഭാഗങ്ങളായിട്ടുള്ളത്. അപ്പൊ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ ഇത് ഒരു ചെടിയാണ്, ഇതാണ് നമ്മുടെ കുഞ്ഞൻ ചെടി. അപ്പൊ ഈ ചെടിയുടെ പ്രത്യേകത എന്താ? ഈ ചെടിക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് നോക്കിയേ. ആദ്യം റാഡിക്കിളിൽ നിന്നാണ് റൂട്ട് ഉണ്ടാവുന്നത്, ബീജമൂലത്തിൽ നിന്നാണ് വേരുകൾ ഉണ്ടാവുന്നത്. കോട്ടിലിഡോൺ എന്ന് പറയുന്നത് എന്താണ്? കോട്ടിലിഡോൺ എന്ന് പറയുന്നത് നമ്മുടെ
ബീജപാത്രങ്ങൾ അതായത് അതിലാണ് ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്നത്. കോട്ടിലിഡോൺ. പ്ലുമ്യൂൾ മറ്റേ മുകളിലേക്ക് വളരുന്ന ഭാഗം ബീജശീർഷം എന്ന് വിളിക്കും. പ്ലുമ്യൂളാണ് മുകളിലേക്ക് വളരുന്ന ഭാഗം. ആദ്യം വരുന്നത് പക്ഷെ റാഡിക്കിൾ ആണ്. ഓക്കെ, അപ്പൊ ബീജശീർഷമാണ് പ്ലുമ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, റാഡിക്കിൾ തുടങ്ങാം. റാഡിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ദ പാർട്ട് വിച്ച് ഇസ് ജെർമിനേറ്റിംഗ് ആൻഡ് ഗ്രോയിങ് ഡൗൺവേർഡ്സ് ഫ്രം ദ സീഡ്. ആദ്യം ഒരു വിത്തിൽ വെള്ളം ഇട്ടിട്ട് അത് വിത്ത് ഗുണ്ടു ആവും, വലുതായി കഴിഞ്ഞിട്ട് ആദ്യം താഴോട്ട് ഒരു സാധനം വളരും. വിത്തിന്റെ സീഡ് കോട്ട് പൊട്ടും, പുറം ഭാഗം പൊട്ടിയതിന് ശേഷം താഴോട്ടാണ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, നല്ല രസമാണ് ഇതൊക്കെ കാണാനായിട്ട്. അപ്പൊ വിത്തിൽ നിന്നും മുളച്ച് താഴേക്ക് വരുന്ന ഭാഗം, ദ പാർട്ട് വിച്ച് ഇസ് ജെർമിനേറ്റിംഗ് ആൻഡ് ഗ്രോയിങ് ഡൗൺവേർഡ്സ്. ഒരു വിത്തുണ്ടെങ്കിൽ ആദ്യം വിത്തിൽ നിന്നും താഴോട്ടൊരു ഭാഗം വരും. ദിസ് ഇസ് നോൺ ആസ് റാഡിക്കിൾ. റാഡിക്കിളിന്റെ മലയാളത്തിലുള്ള പേരെന്താ? ബീജമൂലം എന്ന് പറയുന്നത് എന്താണ്? വിത്തിൽ നിന്നും മുളച്ച് താഴേക്ക് വരുന്ന ഭാഗം, ദാറ്റ് ഇസ് റാഡിക്കിൾ. ഓക്കെ, ഇത് കാണാതെ പഠിക്കണം. ഇനി പ്ലുമ്യൂൾ എന്ന് പറയുന്നത് എന്താ? മുകളിലേക്ക് വളരുന്ന ഭാഗം, വിത്തിൽ നിന്നും മുളച്ച് മുകളിലേക്ക് വളരുന്ന ഭാഗമാണ് ബീജശീർഷം. പ്ലുമ്യൂൾ, ദ പാർട്ട് ദാറ്റ് ഈസ് ജെർമിനേറ്റിംഗ് ആൻഡ് ഗ്രോയിങ് അപ്വേർഡ്സ്. ഈ റാഡിക്കിൾ വന്നതിന് ശേഷം മുകളിലോട്ട് വളരുന്ന ഭാഗം, ദിസ് ഈസ് പ്ലുമ്യൂൾ. ഇതിന്റെ പേരെന്താണ്? പ്ലുമ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ബീജശീർഷം. ഓക്കെ, മുകളിലേക്ക് വളരുന്ന ഭാഗം. കോട്ടിലിഡോൺ, ടിഫിൻ ബോക്സ് അല്ലെ? ടിഫിൻ ബോക്സ് എന്ന് പരീക്ഷയ്ക്ക് എഴുതി വെക്കരുത്. പ്രൈമറി ലീഫ് വിത്തിൻ ദ സീഡ്. ഈ ലീഫ് ആണ് കുക്ക് ചെയ്യുന്ന സ്ഥലം അല്ലെ? ആദ്യം ടിഫിൻ ബോക്സ് ഉണ്ട് നമുക്ക്. പ്രൈമറി ലീഫ് എന്നാണ് പറയാ. ആദ്യത്തെ ഇലകൾ, ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് ഇലകൾ, ഭക്ഷണം ഉണ്ടാക്കുന്ന ഇലകൾ. ബീജപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വിത്തിലെ പ്രാഥമിക ഇലകൾ. പ്രൈമറി ലീഫ് വിത്തിൻ ദ സീഡ്, അതിനെയാണ് കോട്ടിലിഡോൺ എന്ന് പറയാം. ഓക്കെ, അപ്പൊ കോട്ടിലിഡോൺ കുറച്ചും കൂടി വലുതാകുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് കുറച്ച് വളർന്നു കഴിയുമ്പോൾ ആദ്യത്തെ തളിരില വരും. കുരുന്നില, തളിരില എന്നാണ് നമ്മൾ പറയുക അല്ലെ? ഫസ്റ്റ് ലീഫ്, ടെൻഡർ ലീഫ് ഉണ്ടാവും. ഫസ്റ്റ് ലീഫ് ദാറ്റ് അപ്പിയർ ഓൺ ദ പ്ലുമ്യൂൾ. മറ്റേതെന്താ? പ്രൈമറി ലീഫ് ആണ്. കോട്ടിലിഡോൺ ഇസ് എ പ്രൈമറി ലീഫ്. അത് വിത്തിൽ തന്നെ ഉണ്ട്. വിത്തിൽ തന്നെ ഉള്ളതാണ് കോട്ടിലിഡോൺ എന്ന് പറയുന്നത്. ടെൻഡർ ലീഫോ മറ്റേ പ്ലുമ്യൂള് മുകളിലേക്ക്, ബീജശീർഷം മുകളിലേക്ക് വളർന്നതിന് ശേഷം ആദ്യമായിട്ട് ഉണ്ടാകുന്ന ഇല, വിത്തിലുള്ളതല്ല, ആദ്യമായിട്ട് തനിയെ പ്ലുമ്യൂൾ ഉണ്ടാക്കുന്നത്, അതായത് ആദ്യമായിട്ട് ബീജശീർഷത്തിൽ ഉണ്ടാവുന്ന ഇല, അതിനെ ടെൻഡർ ലീഫ്, ഫസ്റ്റ് ലീഫ് ദാറ്റ് അപ്പിയർ ഓൺ ദ പ്ലുമ്യൂൾ. കുരുന്നില എന്ന് പറഞ്ഞാൽ ബീജശീർഷത്തിൽ ആദ്യം ഉണ്ടാവുന്ന ഇല. കോട്ടിലിഡോൺ അതേസമയം വിത്തിന്റെ പ്രാഥമിക ഇലകൾ, വിത്തിൽ തന്നെ ഉണ്ടാവും, വിത്തിലുള്ള പ്രാഥമിക ഇലകളെയാണ് കോട്ടിലിഡോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു. ഇത് നോട്ട് പുസ്തകത്തിൽ എഴുതിയിട്ട് എല്ലാം കാണാതെ പഠിക്കേണ്ട സാധനങ്ങളാണ്. അപ്പൊ വിത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഭാഗങ്ങൾ എന്താണെന്ന് മനസ്സിലായി. അപ്പൊ വിത്ത് ഇപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചു, അത്യാവശ്യം നനവുള്ള സ്ഥലത്ത് വെച്ചു, അത്യാവശ്യം വെളിച്ചമുള്ള സ്ഥലത്ത് വെച്ചു. എന്തൊക്കെയാണ് സംഭവിക്കുക? ഒന്ന്, വിത്തിന്റെ വലിപ്പം എന്തൊക്കെ സംഭവിക്കും നോക്കാം. ആദ്യത്തെ ദിവസം വിത്ത് അല്പം കുതിർന്നു, ലിറ്റിൽ സോക്ഡ്. രണ്ടാമത്തെ ദിവസം വിത്തിന്റെ വലിപ്പത്തിൽ എന്ത് സംഭവിക്കും? വിത്ത് കുതിരും, കുറച്ചും കൂടി വലുതാവും. നമ്മൾ നേരത്തെ കണ്ടു, ദ സീഡ് ബിക്കം സോക്ഡ് ആൻഡ് ഗ്രോസ് എ ലിറ്റിൽ ബിറ്റ് ബിഗ്ഗർ. ഓക്കെ, ടീച്ചർ ഒരു കാര്യം ചെയ്യാം, എന്റെ വീഡിയോ ഒരു മിനിറ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇത് ഫുള്ളായിട്ട് കാണാൻ പറ്റും. വിത്ത് കുതിർന്നു, അത് കഴിഞ്ഞിട്ട് വലുതാകുന്നു. മൂന്നാമത്തെ ദിവസം എന്ത് സംഭവിക്കും? വിത്തിന്റെ വലിപ്പം കുറച്ചും കൂടി കൂടും, നാലാമത്തെ ദിവസം കൂടും, അഞ്ചാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ഇനി നമ്മൾ കുട്ടിയാണെന്ന് പറയാൻ പറ്റില്ല, വിത്താണെന്ന് പറയാൻ പറ്റില്ല. നൗ ഇറ്റ് ഇസ് നോട്ട് എ സീഡ്, നൗ ഇറ്റ് ഇസ് എ പ്ലാന്റ്. വിത്തല്ല, നിങ്ങൾ വലിയ കുട്ടിയായി എന്ന് പറയുന്ന പോലെ നമ്മൾ ഇനി ചെടി എന്നായിരിക്കും വിളിക്കുന്നത്. ഓക്കെ, ഇനി പുറന്തോടിന് എന്ത് സംഭവിക്കും? ആദ്യത്തെ ദിവസം ഒന്നും സംഭവിക്കില്ല. ഔട്ടർ കവറിംഗ് ഓഫ് ദ സീഡിന് ആദ്യത്തെ ദിവസം ഒന്നും സംഭവിക്കില്ല. വിത്തിന്റെ പുറന്തോട് രണ്ടാമത്തെ ദിവസം പൊട്ടും. ഇറ്റ് ബ്രേക്സ് ഓൺ ദ സെക്കൻഡ് ഡേ. ദ ഔട്ടർ കവറിംഗ് ബ്രേക്സ് ഓൺ ദ സെക്കൻഡ് ഡേ ആൻഡ് ഡ്രോപ്സ് ഓഫ് ഓൺ ദ തേർഡ് ഡേ. പിന്നെ ഇല്ല, നാലാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് ഡ്രോപ്പ് ഓഫ് ചെയ്തു, കൊഴിഞ്ഞു കഴിഞ്ഞു. അഞ്ചാമത്തെ ദിവസം ആകുമ്പോൾ പുറന്തോടേ ഇല്ല. ഇനി അടുത്ത കാര്യം നോക്കാം. ഓക്കെ, ആദ്യ റാഡിക്കിളിന് എന്ത് സംഭവിക്കും? റാഡിക്കിൾ എന്ന് പറഞ്ഞാൽ ബീജമൂലം. നമ്മൾ പറഞ്ഞു ഒരു വിത്ത് മുളയ്ക്കാണ്,
വിത്ത് ഈസ് ജെർമിനേറ്റിംഗ്, സീഡ് ഈസ് ജെർമിനേറ്റിംഗ്. ഫസ്റ്റ് പാർട്ട് ടു അപ്പിയർ ഇസ് റാഡിക്കൽ. സീഡ് കോട്ട് പൊട്ടിക്കഴിഞ്ഞാൽ, പുറന്തോട് പൊട്ടിക്കഴിഞ്ഞാൽ ആദ്യം റാഡിക്കൽ പുറത്തേക്ക് വരും. റാഡിക്കൽ എങ്ങനെയാണ് വളരുന്നത്? ദ പാർട്ട് വിച്ച് ഇസ് ജെർമിനേറ്റിംഗ് ആൻഡ് ഗ്രോയിങ് ഡൗൺവേർഡ്സ് ഫ്രം ദ സീഡ് വിച്ച് ഇസ് റാഡിക്കൽ. വിത്തിൽ നിന്നും മുളച്ച് താഴേക്ക് വരുന്നത് റാഡിക്കൽ, ബീജമൂലം. അതിനെന്ത് സംഭവിക്കും? ആദ്യത്തെ ദിവസം കാണില്ല. രണ്ടാമത്തെ ദിവസം പതുക്കെ റാഡിക്കൽ ബെൻഡ് ചെയ്ത് ഒരു വളവുണ്ടാവും, എന്നിട്ട് താഴേക്ക് ബീജമൂലം മണ്ണിലേക്ക് വളഞ്ഞു വരും. ഇനി അത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വന്നു, അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ചും കൂടി വളരും. വളർന്നു കഴിയുമ്പോൾ ഇതിന്റെ പേരാണ് ടാപ്പ് റൂട്ട്. ഫസ്റ്റ് ആദ്യത്തെ വേര്, തായ് വേര് എന്ന് പറയും. തായ് വേര് എന്ന് പറഞ്ഞാൽ ആ വേരിൽ നിന്നാണ് ബാക്കി. ഇത് പീസിന്റെ കാര്യത്തിൽ മാത്രമാണ്, പയറിന്റെ കാര്യത്തിൽ മാത്രമാണ്. ഓക്കെ, പയറും അതേപോലത്തെ ചില വിത്തുകളുടെ കാര്യത്തിൽ മാത്രം. ചില വിത്തുകളിൽ വ്യത്യാസമായിട്ടുണ്ടാവും. പക്ഷെ ഒരു നമ്മളിപ്പോ പയറിന്റെ കാര്യമാണ് പറയണത്. തായ് വേരായിട്ട് മാറും. റാഡിക്കൽ എന്താവും? ടാപ്പ് റൂട്ട് ആയിട്ട് മാറും. അപ്പൊ നോക്കണേ മക്കളെ, ആദ്യം റാഡിക്കൽ ഉണ്ടാവും. റാഡിക്കൽ എന്നിട്ട് എന്തായിട്ട് മാറും? ടാപ്പ് റൂട്ട്. ഫസ്റ്റ് എന്തിന്റെ കാര്യത്തില്? പയറിന്റെ കാര്യത്തിൽ ടാപ്പ് റൂട്ടായിട്ട് മാറും. തായ് വേരായിട്ട് മാറുന്നു. അതിൽ പതുക്കെ ശാഖകൾ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ 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 പതുക്കെ ശാഖകൾ ഉണ്ടായി തുടങ്ങും. എന്റെ 4-ാമത്തെ ദിവസം ആവുമ്പോഴത്തേക്ക്, 3-ാമത്തെ ദിവസം ടാപ്പ് റൂട്ടായി പതുക്കെ കുഞ്ഞു കുഞ്ഞു ശാഖകൾ ഉണ്ടായി. ഓക്കെ, ഇനി 4-ാമത്തെ ദിവസം കുറച്ചും കൂടി താഴേക്ക് വളരും. കുറച്ചും കൂടി അത് താഴേക്ക് വളരും. ഇനി 5-ാമത്തെ കൂടുതൽ ആഴത്തേക്ക്, ഇറ്റ് ഗ്രോസ് ഡീപ്പർ ആൻഡ് മോർ ബ്രാഞ്ചസ് ആർ ഫോംഡ്. 5-ാമത്തെ ദിവസം കുറെ കൂടി ബ്രാഞ്ചസ് ഇതിലുണ്ടാവും. എന്നിട്ട് ഇതിന്റെ ഈ ബ്രാഞ്ചിന് വീണ്ടും ബ്രാഞ്ച് ഉണ്ടാവും. ഈ ശാഖകൾക്ക് വീണ്ടും കുട്ടി കുട്ടി ശാഖ ഉണ്ടാവും. മോർ ബ്രാഞ്ചസ് ആർ ഫോംഡ് ആൻഡ് ബ്രാഞ്ച്ലെറ്റ്സ്. ബ്രാഞ്ചിന്റെ മുകളിൽ ബ്രാഞ്ച് ഉണ്ടാവും. അപ്പൊ അതെങ്ങനെ ഉണ്ടാവും ഒന്നും കൂടി നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് റാഡിക്കൽ എന്ന് പറയുന്നത് 2-ാമത്തെ ദിവസം ആവുമ്പോൾ പതുക്കെ ബെൻഡ് ചെയ്ത് സോയിലിലേക്ക്, മണ്ണിലേക്ക് വളരാൻ തുടങ്ങും. ഓക്കെ, റാഡിക്കൽ എന്ന് പറയുന്ന ബീജമൂലം പതുക്കെ വളഞ്ഞ് മണ്ണിലേക്ക് വരും. റാഡിക്കൽ ബെൻഡ്സ് ഡൗൺ ആൻഡ് ഗ്രോസ് ഓൺ ദ സെക്കൻഡ് ഡേ. എന്നിട്ട് 3rd ഡേ ആവുമ്പോൾ ഇത് പതുക്കെ ടാപ്പ് റൂട്ട് എന്നായിട്ട് മാറും. റാഡിക്കൽ ബിക്കംസ് ടാപ്പ് റൂട്ട്. അപ്പൊ മലയാളത്തിൽ എന്താ പറയാ? ബീജമൂലം. ബീജമൂലം ഇവിടെ കിടക്കുന്നുണ്ട്. ബീജമൂലം എന്തായിട്ട് മാറും? ബീജമൂലം തായ് വേരായിട്ട് മാറും. തായ് വേര്. ഇനി ഇതിനെ നമ്മൾ വിളിക്കാൻ പോണത് തായ് വേര് എന്നാണ്. ഇറ്റ് ബിക്കംസ് ടാപ്പ് റൂട്ട് ഓൺ ദ 3rd ഡേ ആൻഡ് ബ്രാഞ്ചസ് ആർ ഗോയിങ് ടു അപ്പിയർ. ഈ തായ് വേരില് പതുക്കെ പതുക്കെ വീണ്ടും വേരുകൾ ഇങ്ങനെ വരാൻ തുടങ്ങും. ശാഖകൾ ഉണ്ടായി തുടങ്ങും. ഓക്കെ, ഇനി 4-ാമത്തെ ദിവസം കുറച്ചും കൂടി ആഴത്തിൽ ഇത് വളരാൻ തുടങ്ങും. കുറച്ചും കൂടി ശാഖകൾ ഉണ്ടാവാനായിട്ട് തുടങ്ങും. ഇറ്റ് ഗ്രോസ് ഡീപ്പർ ആൻഡ് മോർ ബ്രാഞ്ചസ് ആർ ഫോം. 5-ാമത്തെ ദിവസമാകുമ്പോൾ ടാപ്പ് റൂട്ട് പക്കായിട്ട് കുറേ ബ്രാഞ്ചസും ഉണ്ടാവും. മാത്രല്ല ഈ ഉണ്ടായിരിക്കുന്ന ബ്രാഞ്ചസില് വീണ്ടും ബ്രാഞ്ച്ലെറ്റ്സ്, ശാഖകൾക്ക് ഉപശാഖകൾ ഉണ്ടാവും. കൂടുതൽ ശാഖകളും ഉപശാഖകളും ഉണ്ടാവും. ഇതിനെ ഇപ്പൊ പക്ക തായ് വേര് എന്ന് നമുക്ക് പറയാൻ പറ്റും. തായ് വേര് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ഇങ്ങനെയാണ് റാഡിക്കൽ ഉണ്ടാകുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഇത് എഴുതി വെക്കണം, കൃത്യമായിട്ട് പഠിക്കണം. ഇനി അടുത്തത് പ്ലുമ്യൂൾ എന്ന് പറയുന്നത് എന്താ? അപ്പൊ റാഡിക്കൽ ഉണ്ടായി. റാഡിക്കലാണ് ആദ്യം ഉണ്ടാവുക. അതിന്റെ കൂട്ടത്തിൽ ഇത് ഉണ്ടായി തുടങ്ങുമ്പോൾ വിത്തിൽ നിന്നും മുളച്ച് മുകളിലേക്ക് ഒരു ഭാഗം വരും. ദ പാർട്ട് ദാറ്റ് ഈസ് ജെർമിനേറ്റിംഗ് ആൻഡ് ഗ്രോയിങ് അപ്വേർഡ്സ് ഫ്രം ദ സീഡ്, അതിനെ നമ്മൾ പ്ലുമ്യൂൾ എന്ന് പറയും. വിത്തിൽ നിന്നും ജെർമിനേറ്റ് ചെയ്ത് മുകളിലേക്ക് വരുന്നത്. കുറച്ച് 2-ാമത്തെ ദിവസം ആകുമ്പോൾ കുറച്ച് മുകളിൽ, അല്പം മുകളിലേക്ക് വരും. എന്നിട്ട് 3-ാമത്തെ ദിവസം ആകുമ്പോൾ കുറച്ചും കൂടി മുകളിലേക്ക് വരും. 4-ാമത്തെ ദിവസം, അപ്പം 4-ാമത്തെ ദിവസമായി 4th ഡേ വി സീ ടെൻഡർ ലീവ്സ്. കുഞ്ഞ് തളിരില കാണാൻ തുടങ്ങും. കുഞ്ഞ് തളിരിലകളെ നമുക്ക് ഇതിൽ കാണാനായിട്ട് തുടങ്ങും. കുഞ്ഞ് തളിരില പച്ച കളറിലല്ലേ? തളിരില പച്ച കളർ. ഓക്കെ, മുകളിലേക്ക് നീളുന്ന കുരുന്നിലകളെ കാണാൻ തുടങ്ങി. ഇലോങ്ങേറ്റ്സ് അപ്വേർഡ്സ് ആൻഡ് ക്യാൻ സീ ടെൻഡർ ലീവ്സ്. 4th ഡേ. എന്നിട്ട് 5-ാമത്തെ ദിവസം ടെൻഡർ ലീവ്സ് ഹാവ് ഫോംഡ്. ടെൻഡർ ലീവ്സ് ഉണ്ടായി, കുരുന്നിലകൾ ഉണ്ടായി. ഓക്കെ, എന്നിട്ട് ഒരു കുഞ്ഞ് ബഡ് ഉണ്ടാവും. കുരുന്നിലകളുടെ
അഗ്രത്തിൽ മുകുളങ്ങൾ ഉണ്ടാവും. മുകുളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ഡുകൾ ഉണ്ടായി തുടങ്ങും. അതായത് ഇനി അങ്ങോട്ട് സ്റ്റെം ഉണ്ടാവണം, അതായത് ശാഖകൾ ഉണ്ടാവണം അല്ലെ, മുകളിലും ശാഖകൾ ഉണ്ടാവണം അല്ലെ, അതിനൊക്കെ വേണ്ടിയിട്ട് മുകുളങ്ങൾ ഉണ്ടായി തുടങ്ങും. ടെൻഡർ ലീവ്സ് ഹാവ് ഫോം, കുരുനിലകൾ ഉണ്ടായി. എന്നിട്ട് ബഡ് അറ്റ് ദ ടിപ്പ്, ഒരു ബഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകുളങ്ങൾ, കുഞ്ഞ് മുകുളങ്ങൾ ഉണ്ടായി തുടങ്ങും. ബഡ് എന്ന് പറയുന്നത് അറ്റത്ത് നമ്മൾ പോയി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരു കുഞ്ഞു ഉണ്ട പോലെ ബഡ് ഉണ്ടായി തുടങ്ങും. ഓക്കെ, ബഡ്സ് വിൽ ബി ഫോം, കുരുനിളകൾ ഉണ്ടായി. അപ്പൊ പ്ലുമ്യൂളിന് എന്ത് സംഭവിച്ചു? പ്ലുമ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മുളയ്ക്കുമ്പോൾ മുകളിലേക്ക് വരുന്നതാണ് ബീജശീർഷം എന്ന് പറയുന്നത്. ദ പാർട്ട് ദാറ്റ് ഇസ് ജെർമിനേറ്റിംഗ് ആൻഡ് ഗ്രോയിങ് അപ്വേർഡ്സ് ഫ്രം ദ സീഡ്, ഒരു വിത്തിൽ നിന്ന് മുകളിലേക്ക് വരുന്നത്, അപ്വേർഡ്സ് ഫ്രം ദ സീഡ്, whatever is growing is known as plumule. അപ്പൊ രണ്ടാമത്തെ ദിവസം കുറച്ചു മുകളിലേക്ക് വരും, മൂന്നാമത്തെ ദിവസം കൂടുതൽ മുകളിലേക്ക് വരും, നാലാമത്തെ ദിവസം കുരുനിലകൾ കാണാൻ തുടങ്ങും. ഇലോങ്ങേറ്റ്, കുറച്ചും കൂടി മുകളിലേക്ക് പോയിട്ട് നാലാമത്തെ ദിവസം കുരുനില കാണാൻ തുടങ്ങും. വി ക്യാൻ സീ ടെൻഡർ ലീവ്സ്. ആൻഡ് അഞ്ചാമത്തെ ദിവസം ടെൻഡർ ലീവ്സ് ഫോം ചെയ്ത് കഴിഞ്ഞു. ടെൻഡർ ലീവ്സ് ഹാവ് ഫോംഡ് ആൻഡ് എ ബഡ് വിൽ ബി ദേർ അറ്റ് ദ ടിപ്പ്, ഒരു ബഡ്, അഗ്രത്തിൽ ഒരു മുകുളം ഉണ്ടാവും, കുരുനിലകൾ ഉണ്ടായി തുടങ്ങും. ഇനി കോട്ടിലിഡോന്റെ കഥ എന്താ? ടിഫിൻ ബോക്സിൽ എന്താ? പ്രൈമറി ലീഫ് വിത്തിൻ ദ സീഡ്, ഇതാണ് പ്രൈമറി, വിത്തിന്റെ പ്രാഥമിക ഇലകളാണ്. ടെൻഡർ ലീഫ് അല്ല, പ്രാഥമിക ഇല വിത്തിന്റെ കൂടെ ഉണ്ട്. ഇത് പതുക്കെ നമുക്ക് കണ്ടു തുടങ്ങാം, പാർട്ട്ലി വിസിബിൾ ആയി തുടങ്ങും. പാർട്ട്ലി വിസിബിൾ രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസം. നാലാമത്തെ ദിവസം ആകുമ്പോൾ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. കറക്റ്റ് എങ്ങനെ കാണാൻ പറ്റും? നമ്മൾ അപ്പുറത്തെ തൊട്ട് മുന്നത്തെ ഡ്രോയിങ്ങിൽ ഉണ്ട് ഇല്ലേ, ഇത് കണ്ടോ? ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ കറക്റ്റ് ഇതേപോലെ കാണാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ നിങ്ങൾ? ഓക്കെ, ഇവിടെ നല്ല കളർ മാറ്റിക്കോട്ടെ. ഇത് കണ്ടോ? ഇവിടെ കണ്ടോ? ഇത് നമുക്ക് ഇതേപോലെ കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. എന്തിനെ? കോട്ടിലിഡോൺ അല്ലെങ്കിൽ ബീജപത്രത്തിനെ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും ഇതില്. ഓക്കെ, അപ്പൊ ഏത് ദിവസം നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും? നാലാമത്തെ ദിവസം കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് കഴിയുമ്പോഴത്തേക്കും അഞ്ചാമത്തെ ദിവസം അപ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ചു തുടങ്ങും അല്ലെ, വിത്തിന്റെ ഉള്ളിലുള്ള ചെടി ഭക്ഷണം കഴിക്കും, കാരണം ടിഫിൻ ബോക്സ് ആണല്ലോ. അങ്ങനെ കഴിച്ച് അഞ്ചാമത്തെ ദിവസം എന്താവും? അഞ്ചാമത്തെ ദിവസം ഇത് ചുരുങ്ങി പോകും. ഇത് അഞ്ചാമത്തെ ദിവസം ആവുമ്പോഴേക്കും ഇത് ചുരുങ്ങിപ്പോകും. ഇറ്റ് ബിക്കം സ്മോൾ ആൻഡ് ചുരുങ്ങി പോകും. ഇറ്റ് ബിക്കംസ് വെരി സ്മോൾ. അപ്പൊ ഇതാണ് കോട്ടിലിഡോണിൽ വരുന്ന വ്യത്യാസങ്ങൾ. ഇപ്പൊ ഓരോ ദിവസവും വരുന്ന വ്യത്യാസങ്ങൾ മക്കൾക്ക് മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് ഓരോ ദിവസവും പല പല രീതിയിൽ വിത്തിന് മാറ്റം സംഭവിക്കുക. സീഡിന്റെ ഉള്ളിൽ ദ ചേഞ്ചസ് വിച്ച് ആർ ഹാപ്പനിങ് ഓൺ ഇൻഡിവിജ്വൽ ഡേയ്സ്. വിത്തിന്റെ പുറന്തോട് പൊട്ടിപ്പോവും, റാഡിക്കൽ ഇറ്റ് വിൽ കം ഡൗൺ, അതായത് ബീജ മൂലം താഴേക്ക് വളരും, പ്ലുമ്യൂള് മുകളിലേക്ക് വളരും, അതായത് ബീജശീർഷം മുകളിലേക്ക് വരും, ഗ്രോസ് അപ്വേർഡ്സ്. എന്നിട്ട് ടെൻഡർ ലീവ്സ് ആറ്റ് ഫോം, കുരുനിലകൾ ഉണ്ടാവും. അതേപോലെ തന്നെ കോട്ടിലിഡോൺ എന്ന് പറയുന്ന പ്രൈമറി ലീവ്സ് നമുക്ക് നാലാമത്തെ ദിവസം ആകുമ്പോൾ കൃത്യമായിട്ട് കാണാൻ പറ്റും. പക്ഷെ അഞ്ചാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് അത് ചുരുങ്ങി പോവും. ഇറ്റ് ബിക്കംസ് വെരി സ്മോൾ. അപ്പൊ ഇതാണ് സംഭവിക്കുക. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയില്ലേ, നമ്മൾ സയന്റിഫിക് മൈൻഡ് സെറ്റോട് കൂടി ഒരു ശാസ്ത്രജ്ഞന്റെ കണ്ണുകളോട് കൂടി കുറെ പരീക്ഷണങ്ങളൊക്കെ നടത്തി. അതില് ഒന്നാമത്തെ ഗ്ലാസ്സിൽ എല്ലാം കൊടുത്തു. നമ്മൾ ഒന്നും ഡൗട്ടില്ല, അവരൊന്നും കൂടി നോക്കട്ടോ. കുറേ ഗ്ലാസ് ഇട്ടു. ഒന്നാമത്തെ ഗ്ലാസ് 2, 3, 4 എന്ന് പറഞ്ഞിട്ട് ഗ്ലാസ് ഇട്ടു. ആദ്യത്തെ ഗ്ലാസ്സിൽ നമ്മളെല്ലാം കൊടുത്തു. വെള്ളം കൊടുത്തു, സോയിൽ കൊടുത്തു, മണ്ണ് കൊടുത്തു, വായു കൊടുത്തു, എയർ കൊടുത്തു, സൺലൈറ്റ് കൊടുത്തു. ഇതില് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുഞ്ഞു ചെടി വന്നു. ഇവിടെ വെള്ളം കൊടുത്തില്ല, വാട്ടർ ഇല്ല, അപ്പൊ മുളച്ചില്ല. ഇവിടെ സോയിൽ ഇല്ല, എന്നാലും മുളച്ചു. പക്ഷെ ചെടിയായിട്ട് വളരാൻ ഇത്തിരി ബുദ്ധിമുട്ടായി. ഇവിടെ സൺലൈറ്റ് കൊടുത്തില്ല, ഇവിടെ മുളച്ചു, പക്ഷെ അത്രയ്ക്ക് ആരോഗ്യമില്ല എന്ന് നമ്മൾ കണ്ടു. അപ്പൊ സീഡ്ലിങ്സ് ഏറ്റവും നന്നായിട്ട് വളരുന്നത്, സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു ചെടീനെയാണ്. അപ്പൊ ആദ്യം ഒരു സീഡ് ഉണ്ടാവും, സീഡ്. ഓക്കെ, അതായത് വിത്തിൽ നിന്ന് മുള വരുന്നത് സീഡ്ലിംഗ്. ഓക്കെ, സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു ചെടി. നമ്മൾ അഞ്ചാമത്തെ ദിവസം ആകുമ്പോൾ കുട്ടിച്ചെടി എന്ന് പറയില്ലേ, അതിനെ സീഡ്ലിംഗ് എന്ന് പറയും. ഇത് ഒന്നാമത്തെ ഗ്ലാസ്സിലാണ് നന്നായിട്ട് വളരുക, കാരണം എല്ലാം ഉണ്ട് അല്ലെ. ഏറ്റവും നന്നായി വളരുന്ന ചെടികൾക്ക് എന്തൊക്കെ ഘടകങ്ങളാണ് ലഭിച്ചത്? വിച്ച് ഫാക്ടർ ഡിഡ് ദ ബെസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ്സ് റിസീവ്? ബെസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ്സ് ഉണ്ടാവണമെങ്കിൽ ഇറ്റ് ഷുഡ് ഗെറ്റ് സൺലൈറ്റ്, എയർ, വാട്ടർ, സോയിൽ.
ആൻഡ് നെസസറി ടെമ്പറേച്ചർ. മണ്ണ്, വായു, ജലം, സൂര്യപ്രകാശം ആൻഡ് മിതമായ താപനില, ഉചിതമായ താപനില ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഗ്ലാസ്സിലെ പോലെ അടിപൊളിയായിട്ട് നല്ല ആരോഗ്യത്തോടു കൂടി കുട്ടി വളരും. അപ്പൊ വിത്ത് മുളച്ചതിന് ശേഷം നന്നായിട്ട് വളരുന്നത് ഒന്നാമത്തെ ഗ്ലാസ് ആണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പറയണം ഏത് ഗ്ലാസ് ആണ്. ഫസ്റ്റ് ഗ്ലാസ് എന്ന് പറയരുത്. ഏത് സീഡ്ലിങ്സ് which get sunlight, air, water, soil and necessary temperature will grow as healthy plants. ഏതാ ഒരു വിത്തിന്റെ, അതായത് ഏറ്റവും നന്നായിട്ട് വളരുന്ന ചെടികൾ ഏതാണ്? ഏറ്റവും നന്നായി വളരുന്ന ചെടികൾ മണ്ണ്, വായു, ജലം, സൂര്യപ്രകാശം, മിതമായ താപനില എന്നിവ ലഭിക്കുന്നവയാണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് വേണം ഉത്തരം കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല അല്ലേ? അപ്പൊ കൃത്യമായിട്ട് ഉത്തരം കൊടുക്കണം. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കേട്ടോ, ഇത് ഇടയിൽ നമുക്ക് ഒന്ന് പഠിക്കാനുള്ള ഒരു കുഞ്ഞു സാധനം കേട്ടോ. അപ്പൊ ഇത് നോക്കണം മക്കളെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു മണ്ണെന്ന് പറയുന്നത് അത്യാവശ്യ ഘടകമല്ല, മുളയ്ക്കാനായിട്ട് അത്യാവശ്യ ഘടകമല്ല. ഞാൻ 2-3 പ്രാവശ്യം എടുത്തു പറഞ്ഞു. മുളയുണ്ടാവാൻ അത്യാവശ്യ ഘടകമല്ല, അതായത് ജെർമിനേറ്റ് ചെയ്യാനായിട്ട് ഇറ്റ് ഇസ് നോട്ട് നെസസറി. പക്ഷേ ടു ഗ്രോ ഇൻ ടു എ ഹെൽത്തി പ്ലാന്റ്, നല്ല ആരോഗ്യത്തോടു കൂടി വളരണമെങ്കിൽ മണ്ണ് ആവശ്യമാണ്. അഥവാ മണ്ണില്ലെങ്കിൽ ഇപ്പോ പുതിയൊരു ടെക്നിക്ക് ഉണ്ട്, പുതിയൊരു രീതിയുണ്ട് കൃഷി ചെയ്യാനായിട്ട്. അതിന്റെ പേരാണ് ഹൈഡ്രോപോണിക്സ്. അപ്പൊ മണ്ണിന് പകരം, മണ്ണില്ലാതെ സസ്യങ്ങളെ വളർത്തുന്ന രീതി, അതായത് ഗ്രോയിങ് പ്ലാന്റ്സ് വിത്തൗട്ട് സോയിൽ, മണ്ണില്ലാതെ പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യുന്ന രീതി, മണ്ണില്ലാതെ സസ്യങ്ങളെ വളർത്തുന്ന ലേറ്റസ്റ്റ് ടെക്നിക്, അതിനെയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയാം. ഹൈഡ്രോപോണിക്സ് ഇസ് എ ന്യൂ വേർഡ്, പുതിയ വാക്ക്. നോട്ട് പുസ്തകത്തിന്റെ പുറകിൽ ഇതാ. വാട്ട് ഇസ് ഹൈഡ്രോപോണിക്സ്? ഹൈഡ്രോപോണിക്സ് ഇസ് എ മെത്തേഡ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് വിത്തൗട്ട് സോയിൽ. സോയിൽ ഇല്ലാതെ, അതായത് മണ്ണില്ലാതെ സസ്യങ്ങളെ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയാം. ഈ രീതിയിലുള്ള കൾട്ടിവേഷനിൽ നമ്മളെ, അപ്പൊ മണ്ണില്ലെങ്കിൽ എവിടെയാ വളർത്തുക? ഈ ട്യൂബ് കണ്ടോ, ഇതിൽ കണ്ടോ, മുഴുവനും ഈ ഒരു വെള്ളമുണ്ട്, വെള്ളത്തിന്റെ ഉള്ളിൽ മുഴുവനും പോഷകം, അതായത് ന്യൂട്രിയൻ സൊല്യൂഷൻ ആണ്. ചെടിക്ക് എന്തൊക്കെ നൈട്രജൻ വേണം, ഫോസ്ഫറസ് വേണം, സൾഫർ വേണം, എന്തൊക്കെ വേണോ അതെല്ലാം ഇതില് കലർത്തിയിട്ടുണ്ടാവും, ഈ വെള്ളത്തിൽ കലർത്തിയിട്ടുണ്ടാവും. അപ്പൊ ലായിനി സൊല്യൂഷൻ എന്നാണ് പറയാം. നമ്മൾ നാരങ്ങ വെള്ളത്തിൽ പിഴിയില്ലേ, അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയാം. അതേപോലെ ചെടിക്ക് വേണ്ട ഭക്ഷണം മുഴുവനും ഈ വെള്ളത്തിൽ കലർത്തി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ മണ്ണ് വേണ്ട, മണ്ണിന്ന് എന്താ കിട്ടണേ? മണ്ണിന്ന് അതിനാവശ്യമുള്ള സാധനങ്ങൾ വലിച്ചെടുക്കും. ആ സാധനം മുഴുവൻ വെള്ളത്തിൽ ഇട്ട് വെക്കും, അത്രയേ ഉള്ളൂ. മണ്ണില് ചെടിക്ക് ആവശ്യമായ സാധനങ്ങൾ മുഴുവനും വേര് വലിച്ചെടുക്കും, മണ്ണിന്ന് വേര് വലിച്ചെടുക്കും. ആ സാധനങ്ങളെ മുഴുവനും വെള്ളത്തിൽ ഇട്ട് വെച്ചു. അപ്പൊ ചെടി എന്ത് ചെയ്യും? ആ വേര് എന്ത് ചെയ്യും? വേര് വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കും, അത്രേ ഉള്ളൂ. അപ്പൊ മണ്ണിന്റെ ആവശ്യമില്ല അല്ലേ? അപ്പൊ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക്. മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മണ്ണേ ഉള്ളൂ, ഇത്ര സ്ഥലമേ ഉള്ളൂ അല്ലെ? ഇത്ര സ്ഥലം ഉണ്ടെങ്കിൽ ഇവിടെ മാത്രമേ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോ ബിൽഡിങ്ങിൽ മുഴുവനും ഒരു വലിയ കെട്ടിടം ഉണ്ടെങ്കിൽ ആ കെട്ടിടത്തിന്റെ മുകളിലേക്ക് നമുക്ക് പൈപ്പ് ഇട്ടാൽ മാത്രം മതി. പൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സൊല്യൂഷൻ ഈ ഒരു ലൈനി അങ്ങോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും അല്ലെ? അപ്പൊ ഹൈഡ്രോപോണിക്സ്, വാട്ട് ഇസ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ന്യൂ മെത്തേഡ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് വിത്തൗട്ട് സോയിൽ. മണ്ണില്ലാതെ സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഇൻ ദിസ് മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ plants are grown in nutrient solution. ഇതാണ് ന്യൂട്രിയന്റ് സൊല്യൂഷൻ. ഈ കാണുന്ന സാധനമാണ് ഈ പൈപ്പിന്റെ ഉള്ളില് ന്യൂട്രിയന്റ് സൊല്യൂഷൻ എന്ന് പറയും. ന്യൂട്രിയന്റ് സൊല്യൂഷൻ ഓക്കെ. പോഷക ലായനി, ഈ കൃഷി രീതിയിൽ മണ്ണിന് പകരം പോഷക ലായനിയിലാണ് സസ്യങ്ങളെ വളർത്തുന്നത്. ഓക്കെ, ദിസ് ഇസ് ഗ്രോൺ ഇൻ ന്യൂട്രിയന്റ് സൊല്യൂഷൻ. സോയിലിന് പകരം, ഇൻസ്റ്റെഡ് ഓഫ് സോയിലിന് പകരം. അപ്പൊ എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് നമ്മൾ പറഞ്ഞു. സോയിൽ അത്യാവശ്യമല്ല, പക്ഷെ നന്നായി വളരണമെന്നുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ നന്നായി ചെടികൾ വളരണമെന്നുണ്ടെങ്കിൽ സോയിൽ വേണം, അല്ലെങ്കിൽ ഹൈഡ്രോപോണിക്സ് വഴി വളർത്തണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായോ? ഇനി അടുത്തത് എന്താണ്? അടുത്തതെന്ന് പറയുന്നത് നമുക്ക്
ഈ ചെടി വളർന്നു എന്ന് വിചാരിച്ചോ പതുക്കെ. സീഡ്ലിങ് അതായത് കുഞ്ഞു ചെടിയായി, വെൽ ഗ്രോൺ സീഡ്ലിങ്സ്. ഇനി ഭക്ഷണം തനിയെ ഉണ്ടാക്കുക. ടിഫിൻ ബോക്സിലെ ഭക്ഷണം കഴിഞ്ഞു. ഓക്കെ, ടിഫിൻ ബോക്സിനെ പറ്റിയിട്ട് ഇനിയും പഠിക്കും നമ്മൾ. പക്ഷെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യമാണ്. ടിഫിൻ ബോക്സിനെ പറ്റിയിട്ട് പഠിക്കണം, സ്നാക്സിനെ പറ്റിയിട്ടും പഠിക്കാനുണ്ട്. പക്ഷെ ഒരു ചെടിയിൽ ആഹാരം നിർമ്മിക്കുന്നത് ആരാ? ഇലകളാണ്. വളർച്ച എത്തിയ ചെടികളിലെ ഇലകളാണ് ആഹാരം നിർമ്മിക്കുന്നത്. ഓക്കെ, വെൽ ഗ്രോൺ സീഡ്ലിങ്സ്. ഇൻ വെൽ ഗ്രോൺ സീഡ്ലിങ്സ് ലീവ്സ് പ്രിപ്പയർ ദ ഫുഡ്. ഇലകളാണ്, ലീവ്സ് പ്രിപ്പയർ ദ ഫുഡ്. പക്ഷേ ഒരു സമയം എത്തുന്നത് വരെ, അൺടിൽ യങ് പ്ലാന്റ് ഡെവലപ്സ് ലീവ്സ്, ഇലകൾ വരുന്നത് വരെ എവിടെന്നാ ഭക്ഷണം കിട്ടുക? ടിഫിൻ ബോക്സ്. വിച്ച് ഈസ് ആർ ടിഫിൻ ബോക്സ്? ബീജപത്രം, കോട്ടിലിഡോണിൽ നിന്നും. അൺടിൽ എ യങ് plant develops leaves, it gets food from cotyledon in the seed. വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്ക് ആഹാരം കിട്ടുന്നത് എവിടെ നിന്നാ? ബീജപത്രത്തിൽ നിന്നും ഭക്ഷണം ലഭിക്കും. ഓക്കെ, അപ്പൊ മറ്റേ കുഞ്ഞു ചെടി വളരുന്തോറും ആ ടിഫിൻ ബോക്സിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും, കോട്ടിലിഡോണിൽ നിന്നും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും, ബീജപത്രത്തിൽ നിന്നും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ബീജപത്രം ചെറുതായിട്ട് വരും. ആസ് ദ യങ് പ്ലാന്റ് ഗ്രോസ് ദ കോട്ടിലിഡോൺ ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ. അതെന്തുകൊണ്ടാ? അപ്പൊ ചെടി വളരും തോറും ബീജപത്രം ശോഷിച്ചു വരും. കാരണം ചെടി അതിൽ ആഹാരം മുഴുവൻ എടുത്ത് കഴിക്കും. ഇറ്റ് ഈസ് ബിക്കോസ് സീഡ്ലിംഗ് അബ്സോർബ്സ് ഫുഡ് ഫ്രം ദം. കാരണം ചെടി അതിലെ ആഹാരം വലിച്ചു എടുക്കും. അപ്പൊ ഇനി ടിഫിൻ ബോക്സ്, ചില അമ്മമാര് ഒരു ടിഫിൻ ബോക്സ് കൊടുത്തയക്കും, ചില അമ്മമാര് 2 ടിഫിൻ ബോക്സ് കൊടുത്തയക്കും. പയറ് പോലത്തെ സംഭവങ്ങൾ, പയറ് വിത്തിന് 2 ബീജപത്രങ്ങളുണ്ട്. ഓക്കെ, പയറ് വിത്തിന്, ഗ്രീൻ ഗ്രാമിന് 2 ബീജപത്രങ്ങളുണ്ട്. ഗ്രീൻ ഗ്രാം ഹാസ് 2 കോട്ടിലിഡൺ. പയർ വിത്തിന് 2 ബീജപത്രങ്ങളുണ്ട്. അതേസമയം കോണിന് 1 ബീജപത്രം മാത്രമേ ഉള്ളൂ. കോട്ടിലിഡോൺ 1 ബീജപത്രം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഗ്രീൻ ഗ്രാം ഹാസ് 2 കോട്ടിലിഡൺ. ഇവിടെ ഒരു തെറ്റുണ്ട്. പയർ വിത്തിന് 2 ബീജപത്രങ്ങളുണ്ട്. ഗ്രീൻ ഗ്രാം ഹാസ് 2 കോട്ടിലിഡോൺ. വേറാസ് ചോളത്തിന് എന്താണ്? 1 ബീജപത്രം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത്രയും അപ്പൊ മനസ്സിലായല്ലോ. ചില വിത്തുകൾക്ക് 2 ടിഫിൻ ബോക്സ് ഉണ്ട്. അതായത് ഗ്രീൻ ഗ്രാം പോലത്തെ പയറിന്റെ വിത്തിന് 2 ബീജപത്രങ്ങൾ ഉണ്ട്. അതുപോലെ പക്ഷെ ചോളം പോലത്തെവർക്ക് 1 ബീജപത്രമേ ഉള്ളൂ. ഓക്കെ, 1 ബീജപത്രം അല്ലെങ്കിൽ 1 കോട്ടിലിഡോണേ ഉള്ളൂ. പക്ഷെ 1 കോട്ടിലിഡോൺ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിന് വിശക്കില്ലേ? അപ്പൊ സ്നാക്സ് കൊടുത്തയക്കും. ആ സ്നാക്സ് എവിടെയാ നമ്മൾ കൊടുത്തയക്കാന്നറിയോ? ആ സ്നാക്സ് എന്ന് പറയുന്നത് നമ്മളെ എൻഡോസ്പേം എന്ന് പറയും. എൻഡോസ്പേം. അപ്പൊ നോക്കിക്കോ, ചോളത്തില് 1 ബീജപത്രമേ ഉള്ളൂ. കോൺ ഹാസ് ഓൺലി 1 കോട്ടിലിഡൺ. ചോളത്തിന് 1 ഉള്ളൂ, നമ്മൾ പറഞ്ഞു. പക്ഷെ കോണിന് അതുകൊണ്ട് തന്നെ ഒരു സെപ്പറേറ്റ് ടിഷ്യൂ ഉണ്ട്. ടിഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? ടിഷ്യൂ എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക, സെല്ലുകൾ ചേർന്നുണ്ടാവുന്ന സാധനത്തിനെയാണ് ടിഷ്യൂ എന്ന് പറയാം. ഇത് കണ്ടോ, ഇത് എക്സ്ട്രാ ഒരു ടിഷ്യൂ. ഇത് കുറെ സാധനങ്ങൾ ഒന്നിച്ച് ചേർന്നത് ടിഷ്യൂ. അപ്പൊ in corn there is a tissue called endosperm which is attached to cotyledon. ആ ടിഫിൻ ബോക്സിന്റെ കൂടെ ഒരു സ്നാക്ക് ബോക്സ് ഉണ്ട്, അതിന്റെ പേരാണ് എൻഡോസ്പേം. ബീജപാത്രത്തിനോട് ചേർന്ന് ബീജാന്നം എന്നൊരു പേരുണ്ട്, ബീജാന്നം. ഓക്കെ, അപ്പൊ എൻഡോസ്പേം പുതിയ വാക്കാണ്, മറക്കരുത്. അപ്പൊ ബാക്കിൽ എഴുതണം എൻഡോസ്പേം, ബീജാന്നം. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ചോളത്തില് 1 ബീജപത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ചോളത്തിന് ബീജപത്രത്തിനോട് കൂടി ബീജാന്നം എന്ന് പേരുള്ള ഒരു ഭാഗമുണ്ട്. corn has only 1 cotyledon, so in corn there is a tissue called endosperm. ഓക്കെ, എൻഡോസ്പേമിലും ഫുഡ് സ്റ്റോർഡ്. ബീജപത്ര മാത്രമുള്ള ചെടികളിൽ എന്നാൽ ബീജാന്നത്തിലും ആഹാരമുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഫുഡ് സ്റ്റോർഡ് ഇൻ എൻഡോസ്പേം ആൻഡ് ഗ്രോയിങ് സീഡ്സ് അബ്സോർബ് ഫുഡ് ഫ്രം എൻഡോസ്പേം അൺടിൽ ഇറ്റ് പ്രൊഡ്യൂസസ് ലീവ്സ്. അപ്പൊ 1 ബീജപത്രം മാത്രമുള്ള ചെടികൾ ആണെങ്കിൽ വിത്ത് മുളച്ച് ഇല ഉണ്ടാകുന്നത് വരെ ബീജാന്നത്തിൽ നിന്നും ഭക്ഷണം എടുക്കുന്നു. ഓക്കെ, ഒറ്റ ബീജപത്രം മാത്രമുണ്ടെങ്കിൽ ബീജാന്നത്തിൽ നിന്നും ആഹാരം ലഭിക്കുന്നു. എപ്പോ വരെ? നമ്മുടെ ഇല ഉണ്ടാകുന്നത് വരെ.
ഇല ഉണ്ടാകുന്നത് വരെ ബീജാന്നത്തിൽ നിന്നും കൂടിയിട്ട് ഭക്ഷണം എടുക്കുന്നു. അപ്പൊ ഇത്രയും മനസ്സിലായോ? ഇനി കോട്ടിലിഡോൺ, അതായത് ബീജപത്രത്തിന്റെ അനുസരിച്ചിട്ട് നമുക്ക് പേരുകളും ഉണ്ട്. അതിനെക്കുറിച്ചും കൂടിയിട്ട് പഠിച്ചിട്ട് ഈ വീഡിയോ നമ്മൾ നിർത്തുവേ. എന്താണ് ബീജപത്രം? വാട്ട് ഈസ് കോട്ടിലിഡോൺ? കോട്ടിലിഡോൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ലീഫ്, പ്രൈമറി ലീഫ് ഇൻസൈഡ് ദ സീഡ്, വിത്തിന്റെ ഉള്ളിലുള്ള ഇലകളെയാണ് കോട്ടിലിഡോൺ എന്ന് പറയാം. അതേസമയം പ്ലുമ്യൂളിൽ, ബീജശീർഷത്തിൽ ആദ്യം ഉണ്ടാവുന്നത് കുരുനിലകൾ അല്ലെങ്കിൽ ടെൻഡർ ലീവ്സ്. ഓക്കെ, ഇത് വിത്തിൽ തന്നെ ഉള്ളതാണ്. ആ കോട്ടിലിഡോൺ ഇസ് ഫസ്റ്റ് ലീഫ് ഓർ ലീവ്സ് ഇൻസൈഡ് ദ സീഡ്. ഒരു വിത്തിന്റെ ഉള്ളിലത്തെ ആദ്യത്തെ ഇല അല്ലെങ്കിൽ ഇലകളെയാണ് ബീജപത്രം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് എ ടൈനി ലഞ്ച് ബോക്സ് ദാറ്റ് സ്റ്റോർസ് ഫുഡ് ഫോർ ദ ബേബി പ്ലാന്റ് ബിഫോർ ഇറ്റ് ക്യാൻ മേക്ക് ഇറ്റ്സ് ഓൺ ഫുഡ്. കുഞ്ഞു ചെടിക്ക് തനിയെ കഴിക്കാൻ, ഭക്ഷണം ഉണ്ടാക്കാൻ, സ്വയം ഉണ്ടാക്കാൻ പറ്റുന്നതിന് മുമ്പ് ലഞ്ച് ബോക്സ് ഉള്ളത് പോലെയാണ് കുഞ്ഞു സസ്യത്തിന് വേണ്ടിയിട്ട് ഓക്കെ ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ് എന്ത്? കോട്ടിലിഡോൺ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ബീജപത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ബീജപത്രത്തിന്റെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് ഓഫ് കോട്ടിലിഡോൺ എന്തൊക്കെയാ? ഇറ്റ് ഫീഡ്സ് ദ ബേബി പ്ലാന്റ് വെൻ ഇറ്റ് ഈസ് ഗ്രോയിങ്. വളരാൻ തുടങ്ങുമ്പോൾ കുഞ്ഞു ചെടിയെ പോറ്റുന്നു. ഇറ്റ് ഗിവ്സ് എനർജി അൺടിൽ പ്ലാന്റ് ഗ്രോസ് റിയൽ ഗ്രീൻ ലീവ്സ് ആൻഡ് ക്യാൻ മേക്ക് ഫുഡ് ബൈ ഇറ്റ് സെൽഫ്. ചെടി യഥാർത്ഥ പച്ചിലകൾ വളരുന്നതിന് മുമ്പ് സ്വയം ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നത് വരെയും ഇത് ഊർജം നൽകുന്നു. അപ്പൊ ബീജപത്രമാണ് ഊർജം നൽകുന്നത്. എപ്പോ വരെ? ആ ചെടിക്ക് സ്വന്തമായിട്ട് പച്ച ഇലകൾ വളരുന്നത് വരെ ഊർജം നൽകുന്നത് ആരാണ്? ബീജപത്രം ആണ്. സ്വയം ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കുന്നത് വരെ ബീജപത്രമാണ് എനർജി കൊടുക്കുന്നതും ഫുഡ് കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും. ഇത്രയും മനസ്സിലായോ? അപ്പൊ കോട്ടിലിഡോൺ എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി എൻഡോസ്പേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബീജാന്നം എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, എൻഡോസ്പേം ഇസ് എ പാർട്ട് അറ്റാച്ച്ഡ് ടു ദ കോട്ടിലിഡോൺ. ബീജാന്നം എന്നത് ബീജപത്രത്തിനോട് ചേർന്നിരിക്കുന്ന ഭാഗമാണ്. ചില ചെടികളിൽ ഒരു കോട്ടിലിഡോനേ ഉള്ളൂ. ഇൻ സം പ്ലാന്റ്സ് വിച്ച് ഹാസ് ഓൺലി വൺ കോട്ടിലിഡോൺ ദ ഫുഡ് ഫോർ ദ പ്ലാന്റ് ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം എൻഡോസ്പേം. ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്തുകൾ മുളച്ച് ഇലകളാവുന്നത് വരെ എവിടെ നിന്ന് ഭക്ഷണം ലഭിക്കും? സസ്യത്തിന് ആവശ്യമായ ഭക്ഷണം ബീജാന്നത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. സോ ഇൻ plants with one cotyledon, food for the plant is obtained from endosperm until the seed germinates and grows its own ലീവ്സ്. എൻഡോസ്പോമിൽ ഭക്ഷണം ഉണ്ടാവും, പക്ഷെ അതിനേക്കാളും ഏറ്റവും കൂടുതൽ ഭക്ഷണം ഉണ്ടാവുന്നത് എവിടെയാണ്? സ്നാക്സ് ആണ് അവർക്ക് കൂടുതൽ, അതായത് ബീജാന്നത്തിൽ നിന്നായിരിക്കും ഭക്ഷണം എടുക്കുന്നത്. ഇതിന്റെ ഉദാഹരണം എന്താണ്? ചോളത്തില് എൻഡോസ്പേം ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, ഒരു എന്താ പറയാ, ബീജപത്രമുള്ളവയും ഉണ്ട്, രണ്ട് ബീജപത്രമുള്ളവയും ഉണ്ട്, ഒരു കോട്ടിലിഡോൺ ഉള്ളവയും ഉണ്ട്, രണ്ട് കോട്ടിലിഡോൺ ഉള്ളവയും ഉണ്ട്. അതിനനുസരിച്ചിട്ട് നമ്മൾ വിത്തിനെ രണ്ടായിട്ട് തിരിക്കും. വൺ കോട്ടിലിഡോൺ ഇസ് മോണോകോട്ട്, രണ്ട് കോട്ടിലിഡോൺ ഇസ് ഡൈകോട്ട്. ഓക്കെ, അപ്പൊ ഇതിനെ പറ്റിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയില് നോക്കാം. ഇനി അതിനു മുൻപും കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് വരെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? റാഡിക്കലിന്റെ കാര്യം പഠിച്ചു, പ്ലുമ്യൂളിന്റെ കാര്യം പഠിച്ചു, അതുപോലെ തന്നെ കോട്ടിലിഡോണിന്റെ കാര്യം പഠിച്ചു. റാഡിക്കൽ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞത്? മൂലത്തിന്റെ കാര്യം പഠിച്ചു, ബീജശീർഷം മുകളിലേക്ക് പോകുന്നത് പഠിച്ചു, പത്രങ്ങളുടെ കാര്യം പഠിച്ചു, ബീജാന്നം വിച്ച് ഇസ് എന്താണ് കോട്ടിലിഡോണിന്റെ കൂടെ ഒരു കോട്ടിലിഡോൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്തുണ്ടാവും? എൻഡോസ്പേം ഉണ്ടാവും എന്ന് പഠിച്ചു. അതായത് ഒരു ബീജപത്രം മാത്രം ഉണ്ടെങ്കിൽ ബീജാന്നം ഉണ്ടാകും എന്ന് പഠിച്ചു. ഇവരാണ് ഭക്ഷണം കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. കൂട്ടത്തിൽ നമ്മൾ ഒരു പ്രക്രിയ കണ്ടു, ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ടെക്നിക് ഇൻ വിച്ച് അഗ്രികൾച്ചർ ഹാപ്പൻസ്. കൃഷി ചെയ്യാനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, മണ്ണില്ലാതെ കൃഷി ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പൊ മക്കളെല്ലാവരും നോട്ട് കൃത്യമായിട്ട് എഴുതുക. ഇതെല്ലാം പഠിച്ചിട്ട് അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഇരിക്കാം. ഓക്കെ, അന്നന്ന് പഠിച്ചു പോകണം, അന്നന്ന് റിവൈസും ചെയ്തു പോകണം. ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എല്ലാവരും കമന്റിൽ എഴുതി വെക്കുക. ഏത് ജില്ലയിൽ നിന്നാണെന്നും കൂടിയിട്ട് എഴുതണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏതൊക്കെ ജില്ലയിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ എല്ലാവരും കാണുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. ശരി, താങ്ക് യു ഓൾ.